നമസ്കാരം. എല്ലാവർക്കും സേവാമന്ത്ര ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മഹാശിവരാത്രിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അത്രയും മഹത്തായ ഒരു ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. അതായത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായ ദിവസം എന്ന് പറയാം. നമുക്കതിനു വേണ്ടി ഒരു അവസരം ലഭിക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും നാമജപത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓം നമഃശിവായ ജപിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പഞ്ചാക്ഷരി മന്ത്രമായിട്ട് എല്ലാവരും കാണും. പക്ഷേ അതിന് വളരെ പവറാണുള്ളത്. നമ്മുടെ വളരെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ വളരെ മോശം ആയിട്ടുള്ളൊരു വ്യക്തിയെ തച്ചുടച്ച് പുതിയ ഒരാളാക്കി വാർത്തെടുക്കാനുള്ളൊരു പവർ ഈ മന്ത്രത്തിനുണ്ട്. അതുപോലെ വളരെ മലിനമായ അവസ്ഥകളിലും അങ്ങനെയുള്ള ചുറ്റുപാടുകളിലും ജീവിച്ച് വന്നവരുടെ ചിന്താഗതിയും ബുദ്ധിയും വാക്കും ഗതിയും എല്ലാം ആ രീതിയിൽ ആയി ജീവിക്കുന്ന ആൾക്കാരിലും കംപ്ലീറ്റായിട്ട് അവരുടെ ഉള്ളിൽ അത് പരിവർത്തനം ചെയ്ത് അവരെ മാറ്റി നല്ലൊരു വ്യക്തിയും വ്യക്തിത്വമുള്ള ആളുമാക്കാനും നമ്മുടെ ഈ നമഃശിവായ മന്ത്രത്തിന് പവറുണ്ട്. അത്രയും പവർഫുള്ളാണ് പഞ്ചാക്ഷരി മന്ത്രം. നമുക്കെല്ലാവർക്കും ഈ ഫെബ്രുവരി 26 ആണ് ഈ വർഷത്തെ മഹാശിവരാത്രി. നമുക്ക് ഒരാഴ്ച മുന്നേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാം. വെജിറ്റേറിയനായിട്ട് നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. ഓം നമഃശിവായ ജപം തുടങ്ങാം. കംപ്ലീറ്റായിട്ട് നമുക്ക് ജപിക്കാം. രാവിലെ കുറഞ്ഞതൊരു 1008 തവണ ഉറപ്പായിട്ടും നിങ്ങൾ ജപിക്കുമെന്ന് ഉറപ്പ് വരുത്തണം. അതിൽ ഉറപ്പായിട്ടും മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ പരമശിവൻ കാളകൂട വിഷം അത് കുടിച്ചിട്ട് നമ്മുടെ ലോകത്തെ കാക്കാൻ വേണ്ടി അദ്ദേഹം ലോകജനതയെ സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യാമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ച് 24 മണിക്കൂർ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിവെച്ച് അന്ന് എല്ലാവരും പറ്റിയ ലീവ് എടുത്ത് പ്രാർത്ഥിച്ചോളൂ. അതിൻ്റെ പുണ്യവും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആ ദിവസം മഹാദേവന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും അത് കാണാതിരിക്കില്ല. അതിൻ്റേതായ ഉയർച്ചയും അതിൻ്റേതായ നന്മകളും അതിൻ്റേതായ പുണ്യമൊക്കെ നമുക്ക് ലഭിക്കും. നമുക്ക് മാത്രമല്ല വരും തലമുറകൾക്ക് കൂടിയാണ് അതിൻ്റെ ഒരു പുണ്യം ലഭിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമല്ലേ. നമുക്കെപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്നീ മുൻജന്മ പാപദോഷങ്ങളോ കർമ്മദോഷങ്ങളോ ജാതകദോഷങ്ങളോ ഇതൊക്കെയല്ലേ. ഇതൊക്കെ മാറ്റാൻ കഴിവുള്ള, പാപങ്ങളെയൊക്കെ കഴുകിക്കളയാൻ കഴിവുള്ള മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. അപ്പോൾ അത് ജപിക്കുന്നത് ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയം ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച ദിവസങ്ങളാണ്. അതിനെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ലൈഫിലെ എല്ലാ പുണ്യവും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ശിവരാത്രി വ്രതം അത്രയും പുണ്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജപിക്കാം. അപ്പോൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.